തെങ്കാശി ട്രിപ്പായിട്ടാണ് ഡേ 1. അതെ, തെങ്കാശി തമിഴ്നാടൊക്കെ ആയിട്ട് ഡേ 1 ആണ്. അതൊക്കെ ആയിരിക്കും. അച്ഛൻ എന്ത് ബാക്കി കുറെ പേരുണ്ട്. അമ്മ, അവൻ, എൻ്റെ അച്ഛൻ്റെ അമ്മ, എൻ്റെ കസിൻ ചേച്ചി ഇന്ന് ഞാൻ വിളിക്കാറുള്ളത്, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, പിന്നെ മാമനുണ്ട്, സിഞ്ചുമ്മയുണ്ട്. പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ ഇവൻ സ്വിച്ച് പ്ലഗ് ഒക്കെ ഉണ്ട് ഇവിടെ. ചുമ്മാ കുത്തിയാൽ മതി, കറണ്ടടിച്ചോളും. ഇവിടെ കറണ്ടടിക്കും, സ്വിച്ച് ഒന്നുമില്ല. പിന്നെ ഞാനും നമ്മളിവിടുന്ന് വെള്ളം എടുക്കാൻ വന്നേക്കണേ. പോണ എന്തോരം വെള്ളത് നന്ദൂന് തന്നെ കുടിക്കാൻ ധാരാളം. കയ്യേക്കണൊക്കെ വേറെ വെള്ളം ഉണ്ടാവില്ലേ? വെള്ളം അവിടെ വെച്ചോണ്ടിരിക്കും. നീ ഷോർട്സ് ഒക്കെ ഇടുന്നു ജീൻസാ തണുപ്പ് കുറച്ചാവും. നമ്മുടെ സീറ്റ് പോടാ. എടാ നമ്മളെ ഫാനിന്റെ സീറ്റ് പോയി. ഓ, ഒരു സീറ്റ് ഫ്രീ ചുമ്മാ വീഡിയോ എടുക്കുക. നമ്മുടെ സോഡാ നാരങ്ങ വെള്ളത്തിന്റെ വീഡിയോ എടുത്ത് ഇതേ വഴി. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് റെക്കോർഡ് ചെയ്യണം. എനിക്ക് യൂട്യൂബിലിടാനുള്ള. ഓക്കെ, ഇതൊരു കാർ. ഈ നമ്പർ പ്ലേറ്റ് ഒക്കെ ഞാൻ ഈ കളയണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ വേറെ അപ്പുറത്തോട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കൊരു കുറച്ച് ടൗണിലൊക്കെ എത്തുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ കാര്യം നമ്മൾ പൊക്കോണ്ടിരിക്കുന്നതാണ്. അങ്ങോട്ട് കാണിക്കില്ല, നീ താഴെ നോക്കിയിരിക്കുന്നു. അതെ, ഇതാണ് ഫ്രണ്ട് വ്യൂ. ഞാൻ കാണിച്ചത് കയ്യിൽ നിന്ന് കഷ്ടം. നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന വഴിയാണ്. നിങ്ങൾക്ക് നമ്മൾ രാമങ്ങ പൊക്കമായിട്ട് കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ പാട്ട് വെച്ചിട്ട് വരുന്നു. ഈ ഫോണിലായിരുന്നു പാട്ട് വെച്ചത്, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഓല ഇപ്പുറത്ത് പാടത്തേക്ക് പാടം കണ്ടു. അയ്യോ, ഇവിടെയും പാടമുണ്ട്. സോറി ഗൈസ്. കുറേ വാഴയുണ്ട്. നമ്മള് ഫുഡൊക്കെ കൊണ്ടുവന്നേക്കും കേട്ടോ, അല്ലാണ്ട് ഫുഡ് വാങ്ങിച്ചിട്ട് ഇത് കൊണ്ടുവന്ന് കഴിക്കുക. സൂപ്പറൊക്കെ ഇരിക്കുന്നു. പുതിയ അവിടെയും കുറെ വാഴ, ഇവിടെയും കുറെ വാഴ, ഇവിടെ കുറെ റബ്ബർ, അവിടെ കുറെ വാഴ, ഇവിടെ കുറെ ഉണ്ണി. അല്ലടാ, ഈ റോട്ടിൽ വേസ്റ്റ് ഒക്കെ ഇട്ടിച്ചത്. ഞാൻ പറയണ കേൾക്കണ്ടോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. കേൾക്കണ്ടെങ്കിൽ കേട്ടു, അല്ലെങ്കിൽ കേൾക്കാണ്ട് പോകേണ്ടി വരും. 10 മിനിറ്റൊക്കെ കേൾക്കണില്ലെങ്കിൽ ഞാനൊരു പാട്ടിട്ടു. ഏതെങ്കിലും ഒരു പാട്ടിട്ട് എഡിറ്റ് ചെയ്യും. ഇന്നത്തെ വീഡിയോ ഇന്ന് ഡേ 1, നാളെ ഡേ 2, നാളത്തേഞ്ഞ് ഡേ 3 വീട്ടിലായിരിക്കും. ഡേ 3 അറിയത്തില്ല കേട്ടോ. പാട്ട് വെച്ചു ഗൈസ്, പാട്ട് വെച്ചു. ബ്രിഡ്ജൊക്കെ കഴിഞ്ഞു.
എവിടെ വെച്ചാണോ ഇറങ്ങി ഫുഡ് കഴിക്കുന്നത് എവിടെ അതെ നിങ്ങൾ കേട്ടു LED സ്റ്റെപ്പാണ് 12 വാട്ടില്ല പൊട്ടിയിട്ടൊന്നുമില്ല രാത്രി കഴിയുമ്പോൾ ലൈറ്റിങ് അപ്പൊ ഗൈസ് ഇനി ഞാൻ പറഞ്ഞ പോലെ ഇനി ഫുഡ് കഴിക്കാനകത്ത് കാണും ഫുഡ് കഴിക്കാൻ വരെ നോക്കി കിട്ടാം അപ് ടു ഡേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ കാണിച്ചു ഗൈസ് പാട്ട് വെച്ചിട്ട് പിള്ളേരെ കൊടുത്തേക്കാവ് പാട്ട് അമ്മ രാവിലെ തൊട്ട് എടുക്കാൻ തുടങ്ങിയ ഞാൻ രാവിലെ തൊട്ട് എടുത്തില്ല ഞാൻ വണ്ടി കയറിയപ്പോ പാട്ട് വെച്ചോണ്ടിരിക്കുക ഈ ഇവനെ ആരെ ഈ പാട്ട് വെച്ചേക്കണേ സോറി ബ്രിഡ്ജ് വ്യൂ പാട്ടത് നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന വഴി ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് കാണിച്ചു തരാം നമ്മള് ഈ വഴി ഞാൻ ഒരിക്കലും വന്നിട്ടുള്ള കാരണം ഈ വെക്കേഷനിൽ തന്നെ വന്ന അമ്പലപ്പാടം കാണാൻ വന്ന ഈ വഴി എല്ലാവർക്കും ആക്ടിവിറ്റീസിന്റെ ബാക്കി വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തോണ്ട് ഒരു ലോഡ്ജിൽ ചെന്നു നമ്മള് എന്നിട്ട് എന്തിനാ റൂം ബുക്ക് ചെയ്താ ഞാൻ പിടിച്ചോളാം നീ പിടിച്ച് ഷേക്ക് ആയതുകൊണ്ടാണ് ഞാൻ വേറെ വീഡിയോ അല്ലേ ഓക്കെ ലോഡ്ജിൽ ചെന്ന് ലോഡ്ജിൽ തന്നിട്ട് എന്തിനാ റൂം ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോ ഞങ്ങൾ ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത റൂം ഞങ്ങൾക്ക് കിട്ടിയില്ല അതെന്താന്ന് അറിയില്ല 7000 സംതിങ് എന്തോ രൂപയായി 7480 രൂപയായി ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോ അവിടെ മൊത്തം ഫേക്കാണ് ഗൈസ് ഈ തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞാണ്ട് നല്ലത് ഇതാണ് എന്തെങ്കിലും പക്ഷെ അവിടെ ചെന്നപ്പോ ഞങ്ങൾ അറിയണ എന്താണെന്നറിയോ ഏറ്റവും വലിയ കോമഡി എന്നാന്നറിയോ അവിടെ ചെന്നപ്പോ അവിടുത്തെ ബിൽഡിംഗ് തന്നെ വാടകയ്ക്ക് കൊടുത്തേക്കണേ ഓ അതെ ഓണർ വേറെ വാടകയ്ക്ക് കൊടുത്തേക്കണ അതെ അതുകൊണ്ട് ഞങ്ങൾ കൊടുത്ത പൈസ ഇപ്പൊ ഞങ്ങൾ നിക്കണത് പോലീസ് സ്റ്റേഷനിലാ അവിടെ ചെന്നിട്ട് തിരിച്ചു ചോദിക്കാൻ നോക്കിയപ്പോ ഇപ്പൊ എന്റെ കസിന് പറഞ്ഞാണേ തിരിച്ചു കഴിക്കാൻ നിന്നപ്പോ അവര് പറയാ 2 മാസം കഴിയുമ്പോൾ തരാന്ന് അതന്നെ ഞങ്ങള് അത് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ നിന്നാ ഞങ്ങൾ എന്നിട്ട് വേറെ അവിടുന്ന് തന്നെ റൂം എടുത്തപ്പോ ഈ ഇതെന്തോ കാരണത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു അപ്പൊ വേറെ റൂം എടുക്കാം ഞാൻ എന്റെ പിക്ചർ വേണമെങ്കിൽ വീഡിയോ കാണിച്ചു തരാം ഓക്കെ പിന്നെ ഇപ്പൊ സമയം എത്രയായിന്ന് വെച്ചാ 6:13 ഇപ്പോ ടൈം ഞങ്ങൾ നിൽക്കുന്ന പോലീസ് സ്റ്റേഷനിലാ ശരിയാ കൊറേ മണിക്കൂർ ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രോഡാന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ആ ലോഞ്ച് ചെയ്ത് പോയി എന്നിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ട് ഞങ്ങൾ വേറെ റൂമിൽ കയറി കംപ്ലൈന്റ് കൊടുക്കാൻ വന്നിട്ടുണ്ട് പ്രൂഫ് കാണിക്കാൻ പറ്റില്ല ഞങ്ങൾ കാണിച്ചു കൊടുക്കണം അവര് കുറച്ചുപേര് പോയിട്ടുണ്ടെന്ന് കാണിച്ചു അതെ ഞങ്ങളുടെ ഇവിടുന്ന് കുറച്ച് പേര് പോയിട്ടുണ്ട് അത് ഞാൻ ഇപ്പൊ കാണിച്ചു ഇതാണ് റൂം ഇതേപോലത്തെ കുറെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് കുറെ പേര് പോയിട്ടുണ്ട് ഇന്നെങ്ങാനും നടപടിയാവും നമുക്ക് തോന്നുന്നില്ല
ഉണ്ണി ഞാനൊരു കാര്യം പറയട്ടെ, ഇതായിരിക്കും റിയൽ ക്യാമറ. ഇതിൽ നോക്കി ഇതിൽ മാത്രം നോക്കി സംസാരിക്കാവുള്ളൂ. ഞാൻ അതിൽ നോക്കി പറയണെങ്കിൽ എന്തെങ്കിലും നടപടിയാവും തോന്നുള്ളത്. അവര് വന്നിട്ട് നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. നമ്മള് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് എന്താ ഇതുണ്ടോ, ക്ലിയറിനെ കാണാൻ അവിടുത്തെ ബോർഡൊക്കെ കണ്ടോ. പിന്നെ എന്റെ ക്യാമറമാൻ അമ്മയാണ്. ഓ എല്ലാരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഞാനുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ വന്നോളൂ നമ്മുടെ വണ്ടിയിൽ നിന്ന്. പോടാ നമ്മുടെ ഇതൊക്കെ BGM ഇട്ട് കൊടുക്കുക. ശരി, അമ്മ ക്യാമറ ഇട്ടിച്ച് പോയി. എനിക്ക് സ്റ്റാൻഡ് പിടിക്കണമായിരുന്നു. സ്റ്റാൻഡ് വാങ്ങിക്കണം, മൊബൈൽ സ്റ്റാൻഡേ. എനിക്കിപ്പോൾ മൊബൈൽ സ്റ്റാൻഡ് ഇല്ല. ഈ ടിക്കറ്റ് തന്നെ വാങ്ങിക്കുന്നുണ്ട്. കൗണ്ടറിൽ 8 മുതിർന്നവര് 4 കുട്ടികൾ. ടിക്കറ്റ് കൗണ്ടർ എടുത്തോണ്ടിരിക്കുക. 5 വയസ്സിൽ താഴെ ഇല്ല. ആ ഇയാള് 5 വയസ്സ് താഴെ. ഈ യൂട്യൂബറാണ്. എത്ര രൂപയാ? 500 കൊടുക്കും. പ്രഭു കോലഞ്ചേരി. ഇതെവിടെ കളിച്ചിരിക്കും. അവിടെ കമ്മലിന്ന് ഇട്ടിതാ കൊള്ളാലോ. കമ്മൽ താഴെ പോയി ഒരു കല്ല് പോയി. കല്ലല്ലേ പോയുള്ളൂ, പറയും ചങ്കിരി പോയില്ലോ. കാണിച്ചേ, കമ്മലിന്റെ പല്ല് പോയി. അത് കാണിച്ചു ഡയമണ്ട് കാടോ തന്നേ. തന്നെ ഞാൻ കളയത്തില്ല. അച്ഛൻ അവിടെ ഇരുന്ന് ചെയ്തിട്ടുണ്ട്. തിരിക്കില്ല, ഫോട്ടോ എടുക്കണേ. ഇതാർക്കാ വേണ്ടത് വെച്ചെടുത്തോ. നന്ദു നിന്നോട് ഞാൻ എവിടെ ഇടാനാ പറഞ്ഞേ? 50 ഒന്നൊരുത്തരോടി ഷേക്ക് ചെയ്യാണ്ട് ക്യാമറന്ന് കൈ എടുക്കാതെ അങ്ങോട്ട് എടുക്കുക. നമ്മള് ബോട്ടിങ്ങിൽ കയറുന്ന സംശയമൊക്കെ ഉണ്ട്. ഞാൻ ബാക്കിലെടുക്കാം, എന്നാലും എന്നെ കറക്കുന്നു. അമ്മ വന്നു. അമ്മ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് വന്നത്. പിന്നെ അടിച്ചു വീഴാനാ മാനെ കാണിച്ചു തരാം. ഇതൊക്കെ മൊത്തം കാണും. എന്റെ ഇടുപ്പം വീണെന്ന് പറഞ്ഞു. ഫ്രണ്ടിട്ട് പോണം. ഇത്ര വലിയ വഴി കളന്നിട്ടല്ല ഇതിന്റെ ഇടയിൽ കയറുന്ന. എന്നെ എടുക്കടി. ആടും ചെയ്യുമ്പോ അപ്പുറത്ത് പോകുന്ന മാനുണ്ട്. അയ്യോ ആരും കറണ്ടില്ലല്ലോ അല്ലേ? തൊട്ട പറയാ. കൊമ്പില്ലാത്ത മാനുണ്ട്, കൊമ്പുള്ള മാനുണ്ട്. കൊമ്പില്ലാത്ത മാൻ. ഹലോ തൊട്ടുപിടി.
അടുത്ത മാൻ കണ്ടാ ആനെ കുത്തുവോ എവിടെ വീടൊക്കെ വീട് ഈ വീടിനെ കാണിക്കടി ഇത് വീടാ നിന്നോട് ആരാ അറിഞ്ഞു? ഓ വീടല്ലേ ഓഫീസായിരിക്കൂടാ. ഇത് നോക്കിക്കേ ഗൈസ്, മാന്റെ മേല് മുറിഞ്ഞിരിക്കുന്നു കണ്ടാ. അയ്യോ നീ ഇങ്ങോട്ട് പോകണം, ഞാൻ സൂം ചെയ്ത് കാണിക്കാൻ വേണ്ടി പിടിച്ചതാ. അത് പിടി ക്യാമറമാൻ ഇതാണ് പിടിച്ചോ. കുമ്പള മാന് അടുത്ത മാന് ഒരു മാന് വരാണല്ലോ. എന്തായാലും നീ കട്ട് ചെയ്യാനുള്ളതല്ലേ? കട്ട് ചെയ്യാനുള്ള പൗസ് കുഴപ്പമൊന്നുമില്ല. കട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, ഞാൻ ജോയിൻ ചെയ്തോളാം. നീ അതിന്റെ വായിന്നൊക്കെ തെറിച്ചു പോകണം. ബാ അതിന്റെ വായി തെറിച്ചാണ് നിനക്ക് വേണ്ട. ഇത് എന്തൊക്കെ തിരിച്ചു കയറണടാ. പിന്നെ അല്ലാണ്ട് ലച്ചുവിന്റെ അല്ല, സോറി നന്ദുവിന്റെ. ഞങ്ങളുടെ വേണ്ട നന്ദുവിന്റെ. ആ ക്യാമറ ഇളകുന്നു ഞാൻ ഇറങ്ങുമ്പോ. ഞാൻ പറയണൊക്കെ നീ കാണിക്കൂ. വലിയ അതിൽ നോക്കി നിലത്ത് നോക്കാൻ മറക്കല്ലേ. 32 വേണ്ട. ക്യാമറ ഫുള്ള് ഷേക്ക് ആയിക്കൊണ്ടിരിക്കണേ ഈ കല്ലിയൊക്കെ വന്ന്. ക്യാമറ ഷേക്കിംഗ് ആണ്. ഞാൻ നിലത്തേക്ക് നോക്കി നിന്നെ മോന്തല്ലേ നിന്റെ പുറ പിടിക്കുന്നേ. എടി എന്റെ തലയും മുഖം അതൊക്കെ പിടിക്കണേ. നീ ഫ്രണ്ടിലോട്ട് കിടക്ക, ഇനി എന്നെ കണ്ടത് മതി. എന്റെ ഫോണാണെങ്കിൽ ഷേക്കിംഗ് ഇപ്പൊ ഉണ്ടാവില്ല. പുള്ളിക്കുത്തുള്ള മാൻ ഞാൻ കണ്ടില്ല. മൊബൈൽ കൊണ്ടുപോകണേ. ഫോട്ടോ വെക്കടി കറണ്ടടിക്കും. അതേപോലെ പുള്ളിക്കുത്തുള്ള ഇതിനെ കൊണ്ട് റോസ്റ്റ് അടിച്ചാലോ. നമുക്ക് ഇതിനെ ഫെലോസിക്കേനെ പൊരിച്ചു തരും. ഇതിനൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റില്ലേ? എന്നാ ആ ഫോട്ടോ ഞാൻ വന്ന് പോകിയത് കുത്താണ്ടിരുന്നു. അല്ല അവിടെ നിന്ന് ഫോട്ടോ ഷൂട്ടിങ് പോയേ കാണിച്ചു കൊടുക്ക്. ചിമ്പാൻസിനെ കാണണോ നിങ്ങൾക്ക്? ചിമ്പാൻസിനെ കാണണോ? ചിമ്പാൻസി സുമൗട്ടി കേട്ടാ നല്ലതാണ് കാണിക്കുന്നത്. അവരവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും രാത്രി ഇതൊക്കെ ഇല്ല. ഇതൊക്കെ തിരിച്ചു കയറണല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് ക്യാമറമാനും ഞാനും ഉണ്ടേ. കസിൻസാ, വേറൊന്നും വിചാരിക്കില്ലേ. ഫോട്ടോ ഷൂട്ടിങ് നമുക്ക് സൈഡിൽ കൂടെ പോവാം. നീ അവരുടെ ഫോട്ടോ മഷ്റൂം കാണിച്ചു കൊടുക്കണ്ട. മഷ്റൂം എന്ന് വെച്ചാൽ മനസ്സിന് മഷ്റൂം എന്തോരം ഉണ്ടോ അവിടെ എത്തിയോ? ഓടി എത്തിയതാണല്ലേ. ഒരു മിനിറ്റ് 5000 രൂപ, 6 മിനിറ്റ് ആയിട്ടുണ്ട്. 1 മിനിറ്റ് 1000 രൂപ, 6 മിനിറ്റ് 6000 രൂപ എന്നെ ചെലവ് കേട്ടോ. 6 രൂപ. പിന്നെ 3 മിനിറ്റ് പോസ് ആയിരുന്നു, 2 മിനിറ്റ് പോസ് ആയിരുന്നു. ആ പോസ്റ്റിന് ഞാൻ 500 രൂപ വെച്ച് കൂട്ടുന്നു. 7000 രൂപ. ആർക്ക്? എന്തിന്? നിനക്ക് 7000 അല്ലേ? ഒറ്റ ചവിട്ടേ ഉള്ളൂ. അതിനുള്ളതേ ഉള്ളൂ.
ഈ തെളി എടി എടുത്ത് കളി ക്യാമറാമാനെ. ഞാൻ നിനക്ക് 1 ലക്ഷം രൂപ ചെലവൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്നും ചെയ്യാതെ കൊണ്ടുപോയിക്കോ. നാട്ടുകാരെ എല്ലാവരും കാണുന്നേ, എന്നെ ഞാൻ ആരും കാണത്തില്ല. കാരണം ഞാൻ റീച്ചില്ലല്ലോ. നിർത്താമേ. ശരി, ഞാൻ പിന്നെ എടുത്തരാം. എടിയില്ലായിരുന്നു റെക്കോർഡിങ്. എന്റെ ഒന്നും ഇല്ല എടുത്തു കൊടുക്കാൻ. അമ്മേന്റെ ഫോൺ വെച്ച് തന്നെ എടുത്തു കൊടുത്താൽ മതി. അവിടെ പാർക്കുണ്ട്, നമുക്ക് അവിടെ പോയി ഓടി കളിക്കാം. ഉണ്ണിയേ ഷെയ്ക്കിങ് ഉണ്ട് കേട്ടോ. സെൽഫി സ്റ്റിക്ക് വാങ്ങിക്കണം. ഉണ്ണി ഞാനുണ്ടാ വരാ. ഇത്രയും വലുതായിട്ട് കുട്ടിക്കളി മാറിയിട്ടില്ല. തള്ളി കിട്ടോളാം. ആ നിന്നില്ലേ? ഓക്കെ പോയി. ആണ് അച്ഛനാണ്. അയ്യോ അപ്പൊ കഴിച്ചല്ലി തെളിഞ്ഞ് ഞാൻ എടുത്ത് ഇനി ഞാൻ പോയി ഇരിക്കട്ടെ. അവിടെ അവൻ പറഞ്ഞോളനാണ്, അല്ല നെഗറ്റീവാ. അച്ഛന്ന് പിടിച്ചേ, ഞാൻ നാടിച്ചേ. അച്ഛൻ ക്യാമറ ഓൺ ആവും. ചിഞ്ചമ്മ എന്നിറങ്ങോ? പിള്ളേരുടെ സാരല്ല. ആരോടാ ഹലോ ഞാൻ ഫോട്ടോ കിട്ടിയില്ലെങ്കിലാ എനിക്ക് അപ്പൊ വെച്ച് കിട്ടിയതാണ് തിമ്പു. ഞാൻ പേര് വിട്ടു, തിമ്പു. നമുക്ക് പോവാം. എന്തൊക്കെയോ പോലെ തോന്നുന്നത്. ഗൈസ്, തിമ്പു ഏറ്റവും ആദ്യം എന്റെ അടുത്താവുന്നത്. ഞാനാണ് അവന് കൊടുത്തത്. കൊടുത്തല്ല, അതും തട്ടിപ്പറിച്ചോട്ട് പോയതാണ്. വെച്ച് കയ്യിൽ നിന്ന് മാറ്റിക്കോട്ടോ അതിനെ. എന്തോടി മാറ്റിക്കോ. ഇല്ല അത് തന്നെ പറയാൻ പറ്റത്തില്ല. കാട്ടിൽ എടുത്തോണ്ട് പോണതാണ്. ആ ഏത് ബട്ടർഫ്ലൈ എന്ന് കാണിക്കട്ടെ. ആശുപത്രി കൊണ്ടുപോയി കാണിക്കാനുള്ള. നമ്മള് പൂമ്പാറ്റേനെയും കണ്ട് ഇതെല്ലാം കണ്ട് നമ്മള് ഇതില് കയറിയിട്ടുണ്ട്. എന്റെ കയ്യിൽ വരെ പൂമ്പാറ്റ ഇരുന്നാണ്. ഞങ്ങളതിൽ പേരിട്ടു ടിങ്കു. ടിങ്കു പൂമ്പാറ്റേനെ ഞങ്ങൾ അവിടെ വെച്ചിട്ട് പോകുന്നു. ഞങ്ങളുടെ ഒപ്പം വന്നത് ചക്കപ്പൂ. ഇതിന്റെ ലുക്ക് നല്ല കാറ്റ്. ഇവിടെ ഇങ്ങനെ ഈ കാട്ടിൽ ഇങ്ങനെ തല ചാച്ചു വെക്കണം. എന്നിട്ട് ഇങ്ങനെ വ്യൂവും കണ്ടു. ഇവിടെ വളർത്തുമ്പോൾ നല്ല കാറ്റാണ്. എല്ലാവരെയും കണ്ടില്ല. എന്തോ അമ്മ ജനിച്ചു എല്ലാവരും യോ കാണിച്ചിട്ടു. അവൻ അച്ഛൻ ഇറങ്ങി തമിഴ്നാട്ടിൽ വണ്ടികൾ വരണ്ട്. കുതിരയാൻ തരംഗത്തേക്കില്ലേ പോണേ. ഫ്രണ്ട് വ്യൂ കാണിച്ചു. ഇതാട്ടോ ഫ്രണ്ട് വ്യൂ.
വേറെ സ്ഥലത്ത് ചെയ്യുമ്പോൾ കാണാം. ഫോറസ്റ്റ് എവിടെ മൊത്തം. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. 9:25 എന്നിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി. പേരും കിടന്നുറങ്ങിയിരുന്നു. ഞാനൊക്കെ കിടന്നുറങ്ങി. ഞാൻ കുറേ നേരം കിടന്നുറങ്ങി. ഞാൻ തലയൊക്കെ പോയി കമ്പിയിൽ നല്ല പേര് ഇപ്പൊ തന്നെ മാറി. പിന്നെ പാട്ടൊക്കെ ഞാൻ കുറെ വട്ടം പറയണ്ടല്ലേ. ഇപ്പൊ എവിടെയോ എന്താ അവര് പറഞ്ഞതൊന്നും മനസ്സിലായില്ല എന്നല്ല. ഞാൻ ചോദിച്ചിട്ടില്ല. ഹോട്ടലിൽ ചെന്നിട്ട് നമ്മൾ ബസ്സിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതെ അമ്മയൊന്നും തിരിഞ്ഞമ്മേ. നമുക്കൊരു മൈൻഡില്ലേ ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത് എല്ലാ ലഗേജും ഇവിടെ കുത്തി കയറ്റി വെച്ചിട്ട് ഞങ്ങൾ ഈ സീറ്റിൽ ഇങ്ങനെ ഇരിക്കും. മൈൻക്രാഫ്റ്റ് കളിച്ചോണ്ടിരിക്കുന്നു. മാറിക്കടാ ഗൈസ്, മൈൻക്രാഫ്റ്റ് ഇല്ല, മൈൻക്രാഫ്റ്റ് ട്രയലാ. മൈൻക്രാഫ്റ്റ് കയറാനുള്ള പൈസ ഇല്ല. പൈസ മാത്രമല്ല ഗൈസ്, അതോ ഹാപ്പി മോഡിൽ കയറ്റും. ഹാപ്പി മോഡ് ഇപ്പൊ എന്തോ ഇതായിട്ട് കിടക്കുക, എന്തോ പറ്റി കിടക്കില്ല. അതുകൊണ്ട് പറയാം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അടുത്ത റൂം ബുക്ക് ചെയ്യാൻ ഞങ്ങൾ കേറി. ഇവിടെ എന്താ ഉണ്ടാവുന്നത്. അപ്പൊ ഗൈസ് ഇവിടെ നമ്മള് 8 ലൈറ്റ് ഇട്ടു. നമ്മള് റൂം ബുക്ക് ചെയ്തിട്ടില്ല, എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കിടക്കുന്നത് ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ടോയ്ലറ്റാ. ഇവിടെ എത്ര പേർക്ക് കിടക്കാതെ ഷവർ, ടോയ്ലറ്റ്. ഞാൻ വേറെ ഞങ്ങളിവിടെ ഉണ്ടല്ലോ. അതിനെന്നാ ബാടാ പോടേ. ഒരു വശം ചവിട്ടി കണ്ടു ഗൈസ്. നമ്മൾ ഓർക്കും ഞാനിതിവിടെ ഇപ്പൊ വീഴാൻ പോണ്ടേ. ഞാൻ ഇങ്ങനെ കാണിച്ചതാ വീഴാൻ പോയതപ്പോ. നല്ലതാണ്. ഇവിടെ ഒരു ബെഡ് എക്സ്ട്രാ